ഹായ്, എല്ലാവർക്കും എൻ്റെ ചാനലിലോട്ട് സ്വാഗതം. എൻ്റെ ചാനലിൻ്റെ പേര് ട്രെയിൻ വിത്ത് നാഗേന്ദ്ര എന്നാണ്. ഈ ചാനൽ ഒരു എക്സസൈസ് ചാനലാണ്. പക്ഷേ നിങ്ങൾ ഈ വീഡിയോ എക്സസൈസ് വീഡിയോ അല്ല, നിങ്ങൾ തംബ്നെയിലിൽ കണ്ട മാതിരി മുടിയുടെ സംരക്ഷണത്തിനുള്ള വീഡിയോ ആണ്. അപ്പോൾ എൻ്റെ ഏജ് 50 ആണ്. ഇപ്പോഴും ഞാനിങ്ങനെ ഈ വിരൽ വെച്ച് ഇങ്ങനെ തലയോട്ടിയിൽ ഇങ്ങനെ കൊണ്ടുപോകുമ്പം എനിക്ക് തന്നെ അറിയാം, എൻ്റെ കയ്യിൽ ഇങ്ങനെ ചെറുതായിട്ടിങ്ങനെ കുത്തും. മുടിയുടെ ആ വളരുന്ന മുടി കുത്തുന്ന എനിക്ക് ഫീലിങ്സ് എനിക്ക് കിട്ടാറുണ്ട്. എനിക്ക് 50 വയസ്സായി, ഇതുവരെ മുടി പൊഴിച്ചലോ താരണോ ഒന്നും എനിക്ക് വന്നിട്ടില്ല. അപ്പം ഞാൻ ഉപയോഗിക്കുന്നത് നീലഭൃംഗാദിയുടെ വെളിച്ചെണ്ണയാണ്, കാച്ചിയ വെളിച്ചെണ്ണ. നമ്മൾ വീട്ടിലൊന്നും ചെയ്യുന്നതല്ല, കടയിൽ നിന്ന് വാങ്ങിക്കുന്നതാണ്. ഞാൻ വാങ്ങിക്കുന്നത് കോട്ടക്കലിൻ്റെയാണ്. അപ്പോൾ ഇതെനിക്ക് നല്ല രീതിയിൽ എൻ്റെ മുടിയിൽ എഫക്റ്റീവാണ്. കാരണം ഇത് ഞാനൊരു 25 വർഷമായിട്ട് തന്നെ ഇത് ചെയ്യുന്നുണ്ട്. ഈ എണ്ണ വയ്ക്കാറുണ്ട്. ഒരു ദിവസം പെട്ടെന്ന് വന്ന് വെച്ചതല്ല. കാരണം ചെറുപ്പത്തിൽ തന്നെ എനിക്ക് എണ്ണ യാതൊരു പ്രശ്നമില്ല. കാരണം എൻ്റെ അമ്മൂമ്മയൊക്കെ എന്നെ എണ്ണ തേച്ചാണ് കുളിപ്പിക്കുന്നത് ചെറുപ്പത്തിലൊക്കെ. അതുകൊണ്ട് എനിക്ക് എണ്ണയോട് വലിയ അലർജിയൊന്നുമില്ല. ഇപ്പോഴത്തെ ജനറേഷന് എണ്ണ എന്ന് പറഞ്ഞാൽ ഭയങ്കര അലർജിയാണ്. പക്ഷേ എനിക്ക് അങ്ങനത്തെ യാതൊരു പ്രശ്നമില്ലായിരുന്നു. അപ്പോൾ ഡെയിലി എണ്ണ തേക്കാറുണ്ട്. എണ്ണ തേക്കാതെ ഞാൻ കുളിക്കാറില്ല. അതുമല്ലാതെ എണ്ണ ഞാൻ ഷാമ്പൂ വെച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും ഷിക്കാക്കായി പോലുള്ള സാധനങ്ങൾ വെച്ചോ ഒന്നും ഞാൻ ഉടനെ തന്നെ കഴുകി കളയാറില്ല. എണ്ണ ഒരാഴ്ചയിൽ ഒരിക്കലും മാത്രമാണ് ഞാൻ ഷാമ്പൂ ഉപയോഗിക്കത്തില്ല. ഷിക്കയ്ക്ക പൊടിയിട്ടാണ് കഴുകുന്നത്. അതൊരു ഞായറാഴ്ച മാത്രമാണ് ഞാനത് ചെയ്യുന്നത്. ബാക്കിയുള്ള ദിവസങ്ങളെല്ലാം എണ്ണ വയ്ക്കും. അത് അങ്ങനെ സാധാരണ വെള്ളം ഒഴിച്ച് തന്നെയാണ് കഴുകി കളയാറുള്ളത്. അതിന് എനിക്ക് യാതൊരു പ്രശ്നങ്ങളും എനിക്ക് വന്നിട്ടില്ല. അതുപോലെ എനിക്ക് മുടി നല്ല രീതിയിൽ എൻ്റെ വളർച്ചയ്ക്ക് ഇത് സഹായിക്കുന്നുവെന്ന് എനിക്ക് തോന്നാറുണ്ട്. പക്ഷേ ഈ കാര്യങ്ങൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തും കൂട്ടുകാരുടെ അടുത്തും പറയുമ്പോൾ അവർ പറയുന്നത് എണ്ണ വെച്ച് കഴിഞ്ഞാൽ വലിയ പ്രയോജനമൊന്നുമില്ലെന്നാണ് പറയുന്നത്. പക്ഷേ തീർച്ചയായിട്ടും എണ്ണ വെച്ചാൽ പ്രയോജനമുണ്ട്. അത് നമുക്ക് ജെമിനി എടുത്ത് ചോദിച്ചു നോക്കാം. അപ്പോൾ ഞാൻ പറയുന്നതിനെക്കാട്ടി നല്ലത് ജെമിനി എന്താണ് പറയുന്നതെന്ന് ഒന്ന് നോക്കാം. എനിക്ക് 50 വയസ്സായി. അപ്പം ഞാൻ ഉപയോഗിക്കുന്നത് നീലഭൃംഗാദിയുടെ വെളിച്ചെണ്ണയാണ്. അപ്പം ആ വെളിച്ചെണ്ണ കൊണ്ട് എനിക്ക് നല്ല രീതിയിൽ മുടി വളരുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. താരനൊന്നും എനിക്ക് വരുന്നില്ല. അപ്പോൾ ഇത് എത്രത്തോളം എഫക്റ്റീവാണ്, ഇത് വയ്ക്കുന്നതുകൊണ്ട്, ഈ എണ്ണ വയ്ക്കുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ, തലമുടിക്കും എന്തെങ്കിലും പ്രയോജനമുണ്ടോ? കേൾക്കാം. നീലഭൃംഗാദി വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത് തലമുടിയുടെയും തലയോട്ടിയുടെയും ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. താങ്കൾക്ക് ഇതിനകം തന്നെ നല്ല അനുഭവം, മുടി വളർച്ച തോന്നുന്നത്, താരൻ ഇല്ലാതിരിക്കുന്നത് ഉള്ളതുപോലെ തന്നെ ആയുർവേദത്തിൽ തലമുടിയുടെ സംരക്ഷണത്തിന് ഏറ്റവും കൂടുതൽ നിർദ്ദേശിക്കപ്പെടുന്ന ഒരു പരമ്പരാഗത എണ്ണയാണിത്. 50 വയസ്സിലും മുടിക്കും തലയോട്ടിക്കും നീലഭൃംഗാദി നൽകുന്ന പ്രധാന പ്രയോജനങ്ങളും ഗുണങ്ങളും താഴെ പറയുന്നവയാണ്. നീലഭൃംഗാദിയുടെ പ്രധാന പ്രയോജനങ്ങൾ: താരൻ അകറ്റുന്നു. ഇതിൽ അടങ്ങിയിരിക്കുന്ന അഞ്ചില, കയ്യോന്നി, നെല്ലിക്ക, ഉഴപ്ലൈ, ഉഴിഞ്ഞ, കറ്റാർ വാഴ തുടങ്ങിയവ, കൂടാതെ ആട്ടിൻപാൽ, പശുഫോളോ പാൽ, എരുമപ്പാൽ, തേങ്ങാപ്പാൽ എന്നിവ തലയോട്ടിയിലെ വരൾച്ച മാറ്റി താരൻ, ചൊറിച്ചിൽ എന്നിവ പൂർണ്ണമായും അകറ്റാൻ സഹായിക്കുന്നു. മുടി കൊഴിച്ചിൽ കുറയ്ക്കുന്നു. ഭൃംഗരാജ്, കയ്യോന്നി മുടിയുടെ വേരുകളെ ശക്തമാക്കുകയും അകാലത്തിൽ മുടി കൊഴിയുന്നത് തടയുകയും ചെയ്യുന്നു. പുതിയ മുടി വളരാൻ സഹായിക്കുന്നു. തലയോട്ടിയിലെ രക്തയോട്ടം വർദ്ധിപ്പിക്കുന്നതിലൂടെ മുടിയുടെ വേരുകൾക്ക് ശരിയായ പോഷണം ലഭിക്കുകയും പുതിയ മുടികൾ ശക്തിയോടെ വളരുകയും ചെയ്യുന്നു. മുടിക്ക് കറുപ്പും തിളക്കവും നൽകുന്നു. ഇതിലെ ചേരുവകൾ മുടിയുടെ സ്വാഭാവിക നിറവും തിളക്കവും നിലനിർത്താൻ സഹായിക്കും. ശരീരത്തിന് തണുപ്പ് നൽകുന്നു. നല്ല ഉറക്കം ലഭിക്കാനും കണ്ണുകൾക്ക് തണുപ്പ് നൽകാനും തലച്ചോറിലെ ചൂട് കുറയ്ക്കാനും നീലഭൃംഗാദി മസാജ് ചെയ്യുന്നത് സഹായിക്കും. ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ: 1. തണുപ്പ് കൂടുതലാണ്. നീലഭൃംഗാദി വളരെ തണുപ്പുള്ള എണ്ണയായതുകൊണ്ട് ജലദോഷം, നീരുവീഴ്ച, സൈനസ് അല്ലെങ്കിൽ വിട്ടുമാറാത്ത തലവേദന ഉള്ളവരാണെങ്കിൽ രാത്രി മുഴുവൻ എണ്ണ തലയിൽ വെച്ച് ഉറങ്ങരുത്. 2. ശരിയായ സമയം: കുളിക്കുന്നതിന് 15 മുതൽ 30 വരെ മിനിറ്റ് മുൻപ് തലയോട്ടിയിൽ ചെറുതായി മസാജ് ചെയ്ത് തേച്ചു പിടിപ്പിക്കുകയാണ് ഏറ്റവും ഉചിതം. 3. കഴുകിക്കളയാൻ: എണ്ണ എപ്പോഴും വീര്യം കുറഞ്ഞ ഷാമ്പൂ അല്ലെങ്കിൽ താളി ഉപയോഗിച്ച് കഴുകിക്കളയുക. താങ്കൾക്ക് നിലവിൽ ഈ എണ്ണ കൊണ്ട് താരൻ ഇല്ല എന്നതും മുടി നന്നായി വളരുന്നു എന്ന് തോന്നുന്നതും എണ്ണ താങ്കളുടെ ശരീരപ്രകൃതിക്ക്, ബോഡി കോൺസ്റ്റിറ്റ്യൂഷൻ വളരെ അനുയോജ്യമാണ് എന്നതിന്റെ വ്യക്തമായ സൂചനയാണ്. അതിനാൽ ധൈര്യമായി തുടരാവുന്നതാണ്. ഇതാണ് ജെമിനി പറഞ്ഞ്. എന്നാലും ഒരു കാര്യം കൂടി ചോദിച്ചു നോക്കാം. കാരണം നമ്മൾ കടയിൽ പോകുന്നതിന് മുമ്പാണ്, ഞാൻ വർക്കൗട്ട് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റിന് ശേഷമാണ് തലയെണ്ണ വയ്ക്കുന്നത്. അപ്പം എനിക്ക് അധികം സമയം അരമണിക്കൂറൊന്നും ഇരിക്കാറില്ല. പക്ഷേ ഞാൻ നന്നായിട്ട് മസാജ് ചെയ്യാറുണ്ട്. അതൊരു മാക്സിമം 10 മിനിറ്റിൽ കൂടുതൽ ഞാൻ ഇരിക്കാറില്ല. പക്ഷേ ഞായറാഴ്ച അരമണിക്കൂറിലൊക്കെ വെച്ചിട്ടാണ് കുളിക്കുന്നത്. അപ്പോൾ അതും കൂടെ ഒന്ന് ചോദിച്ചു നോക്കാം. ഞാൻ 5 to 10 മിനിറ്റിൻ്റെ ഉള്ളിലാണ് കുളിക്കുന്നത് എണ്ണ വെച്ചതിന് ശേഷം. അപ്പം അതും എഫക്റ്റീവാണോ അതോ അതിന് പ്രയോജനം കിട്ടത്തില്ലേ? ഞാൻ മസാജ് ചെയ്യാറുണ്ട് തലയിൽ, സ്കാൽപ്പിലൊക്കെ. ചോദിച്ചു.
തീർച്ചയായും അതും എഫക്റ്റീവാണ്. 5 മുതൽ 10 മിനിറ്റ് വരെ സമയം കൊണ്ട് തന്നെ നീലഭൃംഗാതി എണ്ണയുടെ ഗുണങ്ങൾ തലയോട്ടിയിലേക്ക് ഇറങ്ങാൻ സാധിക്കും. താങ്കൾ ചെയ്യുന്നത് ശരിയായ രീതി തന്നെയാണ്. കാരണം എന്തുകൊണ്ട് ഇത് എഫക്റ്റീവാണ്? മസാജിന്റെ പ്രാധാന്യം. എണ്ണ തേച്ചു പിടിപ്പിക്കുന്ന സമയം മാത്രമല്ല പ്രധാനം, താങ്കൾ ചെയ്യുന്ന മസാജാണ് ഏറ്റവും പ്രധാനം. മസാജ് ചെയ്യുമ്പോൾ തലയോട്ടിയിലെ രക്തയോട്ടം, ബ്ലഡ് സർക്കുലേഷൻ ഉടനടി വർദ്ധിക്കുകയും എണ്ണയിലെ ഔഷധ ഗുണങ്ങൾ മുടിയുടെ വേരുകളിലേക്ക് പെട്ടെന്ന് ഇറങ്ങിച്ചെല്ലുകയും ചെയ്യും. പൂർണ്ണ സംരക്ഷണം. 5 മുതൽ 10 വരെ മിനിറ്റ് നേരം എണ്ണ തലയോട്ടിയിൽ ഇരിക്കുന്നത് തന്നെ താരൻ തടയാനും തലയോട്ടിയിലെ വരൾച്ച മാറ്റാനും പൂർണ്ണമായി സഹായിക്കും. ആരോഗ്യത്തിന് സുരക്ഷിതം. കൂടുതൽ നേരം 1 മുതൽ 2 വരെ മണിക്കൂർ എണ്ണ വെച്ചിരിക്കുന്നത് ചിലരിൽ ജലദോഷം, നീരുവീഴ്ച അല്ലെങ്കിൽ തലവേദന എന്നിവയ്ക്ക് കാരണമാകാറുണ്ട്. 5 മുതൽ 10 മിനിറ്റ് വരെ മാത്രം എണ്ണ വെച്ച് കുളിക്കുന്നത് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഏറ്റവും സുരക്ഷിതമായ രീതിയാണ്. ചെറിയൊരു നിർദ്ദേശം. പ്രയോജനം കുറച്ചുകൂടി കൂട്ടണം എന്ന് തോന്നുകയാണെങ്കിൽ സൗകര്യമുള്ള ദിവസങ്ങളിൽ സമയം 15 മിനിറ്റ് വരെയാക്കാം. അല്ലാത്തപ്പോൾ ഇപ്പോൾ ചെയ്യുന്നത് പോലെ 5 മുതൽ 10 വരെ മിനിറ്റ് മസാജ് ചെയ്ത് കുളിക്കുന്നത് തന്നെ വളരെ നല്ലതാണ്. താങ്കൾക്ക് ഇതിനകം തന്നെ നല്ല ഫലം ലഭിക്കുന്നുണ്ട്. താരൻ ഇല്ലാത്തതും മുടി വളർച്ച തോന്നുന്നതും എന്നതുകൊണ്ട് തന്നെ ഈ രീതി താങ്കൾക്ക് കൃത്യമായി ഫലിക്കുന്നുണ്ട്. ഇനിയിപ്പം ഒരു കാര്യം കൂടി ചോദിക്കാറുണ്ട്. ഞാൻ ഷാമ്പു ഉപയോഗിക്കാറില്ല. ഞാൻ ഉപയോഗിക്കുന്നത് ഷിക്കാക്കായാണ്, ഷിക്കാക്കായ് പൗഡറാണ്. പക്ഷെ അതും ഈ മീരയുടെ ഷിക്കാക്കായ് പൗഡറാണ് ഉപയോഗിക്കുന്നത്. അപ്പം അത് യൂസ്ഫുൾ ആണോ എന്ന് ചോദിച്ചു നോക്കാം. ഞാൻ ഉപയോഗിക്കുന്നത് ഷിക്കാക്കായ് പൗഡറാണ്, അല്ലാതെ ഷാമ്പു ഉപയോഗിക്കത്തില്ല. അതും ആഴ്ചയിൽ ഒരിക്കൽ, ഒരു ഞായറാഴ്ച മാത്രമാണ് ഷിക്കാക്കായ് ഉപയോഗിച്ച് തല കഴുകുന്നത്. അപ്പോൾ അത്രയും ദിവസങ്ങളിൽ എണ്ണയുടെ അംശങ്ങൾ തലയിൽ കാണാറുണ്ട്. അത് വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുമോ, അതോ ഈ ഉപയോഗിക്കുന്നതുകൊണ്ട് എനിക്ക് ഗുണമുണ്ടോ? ഷിക്കാക്കായ് പൗഡർ ഉപയോഗിക്കുന്നതുകൊണ്ട് ഹെൽപ്ഫുള്ളാണോ അത്? ഷിക്കാക്കായ് പൗഡർ ഉപയോഗിച്ച് തല കഴുകുന്നത് കെമിക്കൽ ഷാമ്പുകളെ അപേക്ഷിച്ച് വളരെ നല്ലതും സുരക്ഷിതവുമായ രീതിയാണ്. ആഴ്ചയിൽ ഒരിക്കൽ ഷിക്കാക്കായ് ഉപയോഗിക്കുന്നതും മറ്റു ദിവസങ്ങളിൽ എണ്ണ പൂർണ്ണമായി കഴുകിക്കളയാതെ ചെറുതായി തലയിൽ നിലനിൽക്കുന്നതും പൊതുവെ പ്രശ്നമല്ല. ഇതിന്റെ ഗുണങ്ങളും ചില കാര്യങ്ങളും താഴെ നൽകുന്നു. ഷിക്കാക്കായ് പൗഡറിന്റെ ഗുണങ്ങൾ. സ്വാഭാവിക ക്ലെൻസർ. മുടിയിലെയും തലയോട്ടിയിലെയും സ്വാഭാവിക എണ്ണമയം, നാച്ചുറൽ ഓയിൽസ് പൂർണ്ണമായി നശിപ്പിക്കാതെ തന്നെ അഴുക്ക് നീക്കം ചെയ്യാൻ ഷിക്കാക്കായ് സഹായിക്കുന്നു. മുടിയുടെ കരുത്ത് വർദ്ധിപ്പിക്കുന്നു. വിറ്റാമിൻ സി, ഡി എന്നിവയാൽ സമൃദ്ധമായതിനാൽ മുടിയുടെ വേരുകൾക്ക് പോഷണം നൽകുകയും മുടി കൊഴിച്ചിൽ കുറയ്ക്കുകയും ചെയ്യും. കെമിക്കലുകളില്ല. കൃത്രിമ കെമിക്കലുകളോ സുഗന്ധദ്രവ്യങ്ങളോ ഇല്ലാത്തതിനാൽ തലയോട്ടിക്ക് യാതൊരുവിധ കേടുപാടുകളും വരുത്തുന്നില്ല. എണ്ണയുടെ അംശം തലയിൽ നിൽക്കുന്നത് പ്രശ്നമാണോ? തീർച്ചയായും വലിയ പ്രശ്നമല്ല. എന്നാൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. 1. അഴുക്കും പൊടിയും പിടിക്കാതിരിക്കുക. എണ്ണമയം വളരെ കൂടുതലായി തലയോട്ടിയിൽ ഇരിക്കുമ്പോൾ പുറത്തുനിന്നുള്ള പൊടിയും അഴുക്കും അതിൽ ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ താങ്കൾക്ക് താരനോ ചൊറിച്ചിലോ മറ്റു ബുദ്ധിമുട്ടുകളോ ഇല്ലെങ്കിൽ ഈ രീതി താങ്കളുടെ തലയോട്ടിക്ക് അനുയോജ്യമാണ്. 2. തലയോട്ടിയുടെ ആരോഗ്യം. നേരിയ രീതിയിലുള്ള എണ്ണമയം തലയോട്ടി വരണ്ടു പോകാതെ സൂക്ഷിക്കാനും മുടിയുടെ ഈർപ്പം, മോയ്സ്ചർ നിലനിർത്താനും സഹായിക്കും. മികച്ച ഫലം ലഭിക്കാൻ ചില നിർദ്ദേശങ്ങൾ. ഷിക്കാക്കായ് ഉപയോഗിക്കുന്ന വിധം. ഷിക്കാക്കായ് പൗഡർ വെള്ളത്തിൽ കലക്കി പേസ്റ്റ് രൂപത്തിലാക്കി തലയോട്ടിയിൽ തേച്ച് 2 മുതൽ 3 വരെ മിനിറ്റ് മസാജ് ചെയ്ത ശേഷം കഴുകിക്കളയാവുന്നതാണ്. ചെറിയ തണുപ്പ്. ഷിക്കാക്കായ് ചിലർക്ക് കണ്ണിൽ വീണാൽ പുകച്ചിലുണ്ടാക്കാം. കഴുകുമ്പോൾ കണ്ണിൽ വീഴാതെ സൂക്ഷിക്കുക. ആഴ്ചയിൽ 1 മുതൽ 2 വരെ തവണ. താങ്കൾ ഇപ്പോൾ ആഴ്ചയിൽ ഒരിക്കൽ ഉപയോഗിക്കുന്നത് നല്ലതാണ്. എണ്ണമയം കാരണം അഴുക്ക് പിടിക്കുന്നതായി തോന്നിയാൽ മാത്രം ആഴ്ചയിൽ 2 തവണ ഷിക്കാക്കായ് ഉപയോഗിച്ച് കഴുകാം. താങ്കൾ പിന്തുടരുന്ന രീതി. നീലഭൃംഗാതി മസാജ് ചെയ്യുക. 5 മുതൽ 10 വരെ മിനിറ്റിന് ശേഷം കഴുകുക. ആഴ്ചയിൽ ഒരിക്കൽ ഷിക്കാക്കായ് ഉപയോഗിക്കുക. തികച്ചും സ്വാഭാവികവും തലമുടിക്കും തലയോട്ടിനും വളരെ അനുയോജ്യവുമായ ഒരു രീതി അത്രേ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതെല്ലാം മനസ്സിലായി കാണും. ഞാൻ ഉപയോഗിക്കുന്നത് ഇപ്പം കറക്റ്റ് തന്നെയാണ്. ഞാനിത് വർഷങ്ങളോളം ഇത് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ നിങ്ങൾ സംരക്ഷിച്ചാൽ, മുടി നിങ്ങൾ ഇങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മുടി നല്ല രീതിയിൽ നിലനിൽക്കും. അതുമല്ലാതെ ഇത് ചെയ്യേണ്ടത് പ്രായമായിട്ടല്ല. ഇത് നിങ്ങളൊരു 20 വയസ്സ് മുതൽ തന്നെ നിങ്ങൾ ഈ ഒരു സിസ്റ്റം കൊണ്ടുപോയി കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ ചെയ്തത് അങ്ങനെ തന്നെയാണ്. കാരണം നമുക്കെല്ലാവർക്കും പ്രായമാവും. ആ ചിന്ത എപ്പോഴും മനസ്സിൽ വേണം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുടി പൊഴിച്ചലോ, ഇപ്പം ഒരുപാട് പേര് ഈ കളറൊക്കെ അടിക്കുന്നുണ്ട്, തീർച്ചയായിട്ടും അത് പ്രോബ്ലമാണ്. അത് നിങ്ങളുടെ മുടി ഫ്യൂച്ചറിൽ ഇന്നൊന്നും സംഭവിക്കത്തില്ല. ഒരു 25 വയസ്സിൽ അത് വലിയ കാര്യമായിട്ട് തോന്നത്തില്ല. ഒരു 35-40 ആകുമ്പോൾ തന്നെ അതിന് കളർ മാറും, മുടി പെട്ടെന്ന് നരയ്ക്കും, മുടി പൊഴിയാനും എല്ലാം സാധ്യതയുണ്ട്. അതുകൊണ്ട് അതൊക്കെ ഒഴിവാക്കി നാച്ചുറലിലോട്ട് മാറുക. തീർച്ചയായിട്ടും ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളാണെന്ന് ഞാൻ കരുതുന്നു. മുടിയെ നല്ല രീതിയിൽ സംരക്ഷിക്കുക. ഒരു കാര്യം ആലോചിക്കുക, നിങ്ങൾക്ക് പ്രായം
എത്രത്തോളം ആണെങ്കിലും നമുക്ക് പ്രായം തോന്നാതിരിക്കാനുള്ള ഏറ്റവും വലിയൊരു ഘടകം മുടിയാണ്. കാരണം നമുക്കൊരു 25 വയസ്സുള്ള ഒരാൾ പ്രായം മുടിയില്ലെങ്കിൽ അയാൾക്ക് 10-40 വയസ്സ് തോന്നിക്കും. അപ്പോൾ അതുകൊണ്ട് മുടി എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതിനെ നല്ല രീതിയിൽ സംരക്ഷിക്കുക. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ഇനി കുറേ ഇതേമാതിരിയുള്ള വീഡിയോസിലോട്ട് കാണാം. അതുമല്ലാതെ എക്സസൈസ് വീഡിയോസാണ് എൻ്റെ ഏറ്റവും മെയിൻ. അപ്പം അതെല്ലാം ചെയ്യുക, ശരീരം നല്ല രീതിയിൽ നോക്കുക, ആയുസ് വർദ്ധിപ്പിക്കുക. ഓക്കെ, ബൈ.